Hey guys, welcome back to another video. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് Volkswagen Golf GTI. Just wanna touch like back when we were younger. Yeah. Why don't you love me, love me, love me? Touch me, touch me, touch me no more. Why don't you love me, love me, love me? Touch me, touch me, touch me no more. Love me, love me, love me. അപ്പോൾ Volkswagen പീപ്പിൾസ് കാർ എന്നറിയപ്പെടുന്നു. അപ്പോൾ 1970 കാലഘട്ടത്തിലാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്. അതായത് 1974ലാണ് ആദ്യത്തെ ഗോൾഫ് മാർക്ക് വൺ ഇറങ്ങുന്നത്. 1976ലാണ് ഇതേപോലെ ഗോൾഫ് GTI ഇറങ്ങുന്നത്. അപ്പോൾ ഈ GTI എന്ന് വെച്ചാൽ ഗ്രാൻഡ് ടെറിസ്മോ ഇഞ്ചക്ഷൻ. ഗ്രാൻഡ് ടെറിസ്മോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗ്രാൻഡ് ടൂറിങ് കാര്യങ്ങൾ, ലോങ് ഡ്രൈവ്, കംഫോർട്ട്, ഇതെല്ലാം കൂടെ അറിയപ്പെടുന്നതിനാണ് ഗ്രാൻഡ് ടൂറിംഗ് എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ, ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഈ കാർബറേറ്റർ സിസ്റ്റം കാര്യങ്ങളെല്ലാം മാറ്റി ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് കടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇതിന് GTI എന്ന് പേര് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ റെഡ് ഹോട്ട് ഹാച്ച് ബാക്ക് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് 1.6 എഞ്ചിൻ വരുന്ന ഈ വണ്ടി വളരെയധികം ഹോട്ട് ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് തന്നെ നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഗോൾഫ് GTIയിലാണ് ഫസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നത്. ഈ A888 എഞ്ചിൻ വരുന്ന ഈ വാഹനം 150 യൂണിറ്റാണ് ഇപ്പോൾ ഫസ്റ്റിൽ സെല്ല് ചെയ്തത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്ലോട്ടിൽ ഇറങ്ങിയ വണ്ടികളാണ് ഇപ്പോൾ നമുക്കിപ്പം റോഡിൽ മൊത്തം എല്ലാം കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് 4 കളർ ഓപ്ഷൻസിൽ വരുന്നുണ്ട്: റെഡ്, ബ്ലാക്ക്, ഗ്രേ ആൻഡ് വൈറ്റ്. നമ്മളോട് നിന്നുള്ള വൈറ്റ് ആണ്. ഇതിനകത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് എടുത്ത് മനസ്സിലാവുന്നതാണ്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ലോഗോ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലൈറ്റ് കത്തും, ഇലുമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റെഡ് ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വൈറ്റ് BRൽ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സിൻ്റെ ഭാഗത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 2 ഹെഡ്ലൈറ്റ്സ് കാണാം. ഇത് 2 ഹെഡ്ലൈറ്റ്സ് കാണാമല്ല, ലോ ബീം ഇവിടെയും ഹൈ ബീം ഇവിടെയുമാണ്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും വരുന്നത്. താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു എക്സ് ഫോഗ് ലൈറ്റും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്കിവിടെ സെൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അഡാസിൻ്റെ റഡാർ സിസ്റ്റം ഇവിടെയാണ്, സെൻട്രലാണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് അറ്റ് പ്രസൻറ്റ് ഉള്ളത്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ക്യാമറയും റെയിൻ സെൻസറിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു. നമുക്ക് യൂണിറ്റും കാര്യങ്ങളും ഇരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു GTI ബാഡ്ജിങ് വരുന്നുണ്ട്. വീൽസിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ 18 ഇഞ്ച് വീൽസാണ് വരുന്നത്. നമുക്കിവിടെ കാലിപ്പേഴ്സ് റെഡ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ GTIയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. മിറേഴ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ ഒരു ലൈറ്റ് ഇലുമിനേഷൻ വരുന്നുണ്ട്. പിന്നെ ടെയിലിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ IQ ലൈറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഷാർപ്പിൻ ആൻറ്റിന വരുന്നുണ്ട്, വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഇതാണ് വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം. ഇത് അൺലോക്ക് ഇങ്ങനെയാണ്. ഇതിൽ തന്നെ അൺലോക്ക് മാത്രമല്ല, ഇതിൽ തന്നെയാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ സെൻസേഴ്സ് കാണാം, ഡ്യുവൽ എക്സോസ്റ്റ് കാണാം, കണക്റ്റഡ് ആണ് വരുന്ന എക്സോസ്റ്റും കാര്യങ്ങളും. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളുമാണ്. ഇവിടെ കാണുന്ന ഈ വൈറ്റ് ഡോട്ട്സ് ആണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ ലൈറ്റ്സും കാര്യങ്ങളും വരുന്നത്. എന്ന് പറയുമ്പോൾ ഒരു 300 ലിറ്റർ കാര്യങ്ങളും വരുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഇതിനകത്തിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ഫ്രണ്ടിലോട്ട് നമുക്ക് പുഷ് ചെയ്യാമെന്നാണ്. അതിൻ്റെ ബട്ടണും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇതും റിക്ലൈൻ ചെയ്ത് അങ്ങോട്ട് ഇടാവുന്നതാണ്. കാരണം നമുക്കിപ്പോൾ ഇൻ കേസ് ഇനി ലോങ് ഒബ്ജക്ട്സ് എല്ലാം കൊണ്ടുപോകണമെങ്കിൽ ആ സാധനം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളാണ് ഇതിന് വരുന്നത്. ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കാർബൺ ഫൈബർ അല്ല, കാർബൺ ഫൈബറിൻ്റെ ഒരു പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സൈസ് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 12.9 ഇഞ്ച് എൻഫർടൈൻമെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഒരു അടുത്ത സ്ക്രീൻ വരുന്നുണ്ട്, അത് 10.9 ഇഞ്ചാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് ഓൾമോസ്റ്റ് മോഡ് സെലക്ടിങ്ങും പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെയും സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പാർക്കിങ്ങിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ലെയിൻ അസിസ്റ്റൻറ്റും കാര്യങ്ങളുടെ സ്വിച്ച് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നമുക്കിത് ഹീറ്റാക്കാം. അതായത് നമുക്ക് അത്യാവശ്യം നല്ല കോൾഡ് ക്ലൈമറ്റിലാണ് ഓടിക്കുന്നത്, കൈയൊക്കെ നമുക്ക് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹീറ്റാക്കി ഓടിക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്വിച്ചസും വരുന്നത് ടച്ച് തന്നെയാണ്. അതായത് ഒരുമിക്ക സ്ഥലത്തുനിന്നും മാനുവൽ സ്വിച്ചസ് ഒഴിവാക്കിയിട്ട് ടച്ച് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് അത് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം. ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്സ് ആണ് വരുന്നത്. ഓട്ടോ ഹോൾഡ് ഫീച്ചർ വരുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടെയാണ് വരുന്നത്. പാർക്കിന് സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. ഡോറിലേക്ക് വരുമ്പോൾ ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് വിൻഡോസും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ വരുന്നുണ്ട്. മിറേഴ്സിനും ഈ സെയിം കൺട്രോൾസ് ആണ് വരുന്നത്. ഇവിടെയും നമുക്കൊരു അൽക്കണ്ടറ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 7 സ്പീക്കേഴ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ സീറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ GTIയിൽ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ആ സെയിം ഒരു പാറ്റേൺ തന്നെ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സീറ്റ്സിന് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കൊരു റെഡ് ബാഡ്ജിങ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാം എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മിറേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. മിറേഴ്സിന് ലൈറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വാഹനങ്ങളിൽ ഞാനിപ്പോൾ കാണാറില്ല, എസ്പെഷ്യലി ടാറ്റ. പിന്നെ നമുക്ക് സൺറൂഫിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ മാനുവലി തുറക്കേണ്ടതാണ്.
തുറക്കുകയും അടയ്ക്കുകയും മാനുവലിയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ ടച്ച് ഉണ്ട്. നമുക്ക് ഈ ടച്ചിനനുസരിച്ച് നമുക്ക് സൺറൂഫ് ഓപ്പൺ ആക്കാവുന്നതാണ്. 3 ടൈപ്പ് അഡാപ്റ്റീവ് ക്ലൈമറ്റ് കൺട്രോൾസ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 2 വെൻസ് കാണാൻ പറ്റും. ഇവിടെ വെൻസും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ സീറ്റ് ബെൽറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 സീ പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 പോക്കറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2 പോക്കറ്റ്സ് ഉണ്ട്. എനിക്കൊരു 6 അടി നീളമുണ്ട്. എനിക്ക് ഇരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സ്ഥലം അവശേഷിക്കുന്നുണ്ട്, പക്ഷേ ഇരിക്കാൻ പറ്റും. പിന്നെ അത്രയും ഹെഡ് റൂമിന് അത്ര സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും സ്പേസ് ഇല്ല, എന്നാലും കംഫർട്ടബിളാണ്. പക്ഷേ സീറ്റ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ലിറ്ററലി എനിക്ക് ഇവിടുന്ന് എൻ്റെ ഡ്രൈവറിനെ മാത്രം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളോടൊക്കെ എനിക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പോയി സംസാരിക്കേണ്ടി വരും. അങ്ങനെ ഒരു വിസിബിലിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നമുക്ക് വെക്കുവാണെങ്കിൽ ഇവിടെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഒരു വലിയ കപ്പും ഒരു കുട്ടി കപ്പും, ഇതാണ് സംഭവം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇത് ഇവിടുന്ന് വേണമെങ്കിൽ ഇത് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് വലിയ എന്തെങ്കിലും ഒബ്ജക്ട്സും കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും. പുറകിലും സീറ്റ്സിന് ആ സെയിം പാറ്റേൺസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഗ്രാബ് റെയിൽ വരുന്നുണ്ട്, ഗ്രാബ് ചെയ്തിരിക്കാം. പിന്നെ നമുക്ക് ഇവിടെയും 2 ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഡോറിലേക്ക് നോക്കുമ്പോൾ നമ്മളിവിടെ ആൽക്കൻഡാറ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ വിൻഡോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, സ്പീക്കേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാം. ഇത്രയൊക്കെയാണ് പുറകിൽ നിന്നുള്ള വിഷയം. എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്തിൽ വരുന്നത് 2 ലിറ്റർ EA 888 Gen 4 TSI പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുമ്പോൾ 265 HP-യും 330 Nm ഓഫ് ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം 0 to 100 5.9 സെക്കൻഡ്സിൽ ഇത് ക്രോസ് ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ കനമുണ്ട് കേട്ടോ. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കിവിടെ മാനുവലി നമ്മളിവിടെ ഇങ്ങനെ കമ്പി വെച്ച് തന്നെ തൂക്കിയിടുന്ന പരിപാടിയാണ്. അതോടെ കൊടുക്കാവരുത്, ഇത്രയൊക്കെ പൈസ കൊടുക്കുന്നതല്ലേ. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇൻസുലേഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ ഭയങ്കര ടൈറ്റ്ലി തിക്ക് പാക്ഡ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ വാഷർ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്ന ഒരു നീല കളർ മാത്രം പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ എഞ്ചിൻ റൂമിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ LSD വരുന്നുണ്ട്, ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ. അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറുകൾ അണ്ടർ സ്റ്റിയർ ചെയ്യും, റിയർ വീൽ ഡ്രൈവ് കാറുകൾ ഓവർ സ്റ്റിയർ ചെയ്യും. അപ്പോൾ നമുക്കിപ്പം ഈ വണ്ടി പെട്ടെന്നൊരു ഹാർഡ് കോർണർ എടുത്തു കഴിഞ്ഞാൽ ഒരു വീല് മാത്രം തെന്നിപ്പോവുക, ഒരു വീലിൽ ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ LSD എന്ത് ചെയ്യും? ട്രാക്ഷൻ ഉള്ള വീലിലേക്ക് മോർ പവർ എത്തിക്കും, മെറ്റർ ഗ്രിപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റേബിളായിട്ട് ആ വളവെടുക്കാവുന്നതാണ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് ആണ്. അതായത് നമുക്ക് 1 ഫുൾ റൊട്ടേഷൻ. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് വരുമ്പോൾ നമ്മളിപ്പം ലോ സ്പീഡിൽ, അതായത് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിരിച്ചു കഴിഞ്ഞാലും വളരെയധികം ടേണിംഗ് റേഡിയസ് കൂടും വീലിൻ്റെ. അപ്പോൾ അതേപോലെ നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ കുറച്ച് തിരിച്ചാൽ കുറച്ചേ തിരിയത്തുള്ളൂ. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ വോയിസ് അസിസ്റ്റൻ്റ് സ്വിച്ച് വരുന്നുണ്ട്. വ്യൂവിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലസ്റ്ററിനകത്ത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ക്ലസ്റ്റർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. 3-4 പാറ്റേൺസ് അതിനകത്ത് വരുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ വ്യൂ ഞെക്കി കഴിഞ്ഞാൽ 3 തരത്തിൽ നമുക്കിവിടെ ക്ലസ്റ്ററിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്തിക്കാം. പിന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോള്, മോഡ് സെലക്ഷൻ, നമുക്ക് 4 മോഡുകളാണ് വരുന്നത്. എക്കോ, കംഫോർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ. ഈ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റിങ്സ് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഡ്രൈവിംഗ് ഡൈനാമിക്സ്, സ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് സ്പോർട്ട് സെറ്റ് ചെയ്യാം, കംഫോർട്ട് വേണമെങ്കിൽ കംഫോർട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് വേണം ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക്, സ്പോർട്ട് വേണോ കംഫോർട്ട് വേണോ, ഡ്രൈവ് സ്പോർട്ട് വേണോ കംഫോർട്ട് വേണോ, അങ്ങനെ എന്തൊക്കെ നമുക്ക് ലൈറ്റ് അസിസ്റ്റൻസ്, എയർ കണ്ടീഷനിങ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതെല്ലാം നമുക്ക് എക്കോ, കംഫോർട്ട്, സ്പോർട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ കസ്റ്റം ചെയ്ത് ഇത് ഓടിക്കാം. ബാക്കി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സ്പോർട്ടും കംഫോർട്ടും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് അത് ഇതിൻ്റെ പ്രീസെറ്റ് പോലെ തന്നെയാണ് വരുന്നത്. ഡ്രൈവിംഗ് മോഡുകൾക്കപ്പുറം ഇതിനകത്തിൽ നമുക്ക് ഡ്രൈവേഴ്സ് അസിസ്റ്റൻറ്റ്, ലെയിൻ അസിസ്റ്റ്, അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. അറ്റൻഷൻ മോണിറ്ററിങ്, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺ ഓഫ് ആക്കാൻ പറ്റും. സൈഡ് അസിസ്റ്റൻസ് വരുന്നുണ്ട്, ഫ്രണ്ട് അസിസ്റ്റ് വരുന്നുണ്ട്. ഡ്രൗസിനെസ് മോണിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ലോങ് ഡ്രൈവ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൗസി ഫീൽ വരുവാണെങ്കിൽ അത് നമുക്ക് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ അവേക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് മോഡുകൾ കഴിഞ്ഞു. പാർക്കിങ്ങിലോട്ട് നടക്കുമ്പോൾ നമുക്കിവിടെ ക്യാമറ കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്തിൽ 360 ക്യാമറ വരുന്നില്ല, പക്ഷെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറാസും പിന്നെ നമുക്കിവിടെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്ങിനകത്ത് നമുക്ക് കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. 30 തരത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നമുക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലേയും വരുന്നുണ്ട്, നാവിഗേഷൻ വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വോയിസ് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇവിടെ തന്നെ ഒരു ടച്ച് പാനലായിട്ടാണ് വരുന്നത്. ഇതിനകത്തിൽ വരുന്ന ഗിയർ ബോക്സ് എന്ന് പറയുമ്പം 7 സ്പീഡ് DST ആണ് വരുന്നത്. ഇവിടെ കീ പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു പോർഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
ഒരു ഡ്രൈവർ സെൻട്രിക് കോക്പിറ്റ് തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. വിഷ്ണു ബ്രോ വെൽക്കം. Hi. നമ്മുടെ കാറിൻ്റെ ഓണറാണ്. ബ്രോയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് റിവ്യൂ എടുക്കുന്നല്ലേ. അതെ. അപ്പം എങ്ങനെയാണ് കാറിൻ്റെയൊക്കെ പാഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈക്ക് എൻ്റെ ഫാദറും ഒരു കാർ പ്രാന്ത്. ഞങ്ങൾക്ക് പണ്ട് മുതൽ ഒരുപാട് ലൈക്ക് പ്രീമിയം കാറുകളെല്ലാം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഞങ്ങൾ ഇപ്പം ഞാൻ കുട്ടിക്കാലം മുതൽ ഓരോ കാറുകൾ യൂസ് ചെയ്ത് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അച്ഛൻ കാർ പ്രാന്തനായതുകൊണ്ട് ഇങ്ങനെ ഞാനും അതിലോട്ട് പയ്യെ പയ്യെ ഗ്രാജുവലി ഇതിനകത്തോട്ട് തന്നെ എത്തി. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള കാറുകൾ ഏതൊക്കെയായിരുന്നു അപ്പം? ഇത് എൻ്റെ കയ്യിൽ ഇപ്പം അതിന് മുമ്പ് ഒരു ടീറോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഫോക്സ് വാഗൻ്റെ, പിന്നെ പോളോ GT ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഒരു റേഞ്ച് റോവർ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 2-3 വണ്ടികളുണ്ട്. അപ്പം ഇൻഡു കാർസ് ആണോ ബൈക്സ് ആണോ കൂടുതലും? എനിക്ക് കൂടുതൽ കാറുകളായിട്ട് തന്നെയാണ്. ഓക്കെ. അപ്പം GTയുടെ ഇപ്പം നേരത്തെ ഇപ്പം എപ്പോഴാണ് പ്രീ ബുക്ക് ചെയ്തത്? ഇത് ഓൾറെഡി വണ്ടി നേരത്തെ പോളോ GTI വരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് തന്നെ ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ബുക്കിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പോളോ GTI വരുന്നത് ക്യാൻസലായി. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഗോൾഫ് വരുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ അത് പ്രീ ബുക്കിംഗ് പിന്നെയാണ് വന്നത്. ഓക്കെ. അപ്പം മെയ് 5-ാം തീയതി ലൈക്ക് സ്ലോട്ട് ഓപ്പൺ ആയപ്പോൾ തന്നെ ബുക്ക് ചെയ്തു വണ്ടി. ബുക്ക് ചെയ്തത് വണ്ടി. ഇപ്പോൾ വണ്ടി കൈ കിട്ടിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? വണ്ടി ഇപ്പോൾ കൈ കിട്ടിയിട്ട് ഓൾമോസ്റ്റ് 1 വീക്ക് മുകളിലായി. 1 വീക്കിന് മുകളിലായി. അപ്പോൾ ഇപ്പോൾ എത്രയായിരുന്നു നമ്മളിപ്പോൾ ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ എത്ര രൂപയായി? ഓൺ റോഡ് 67 സംതിങ് ആയിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് വണ്ടി? ഒരു രക്ഷയില്ല. ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ ദുബായിലാണ്. അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഗോൾഫ്. മാർക്ക് 7 എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ട്യൂൺഡ് ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഗോൾഫ് ഇവിടെ വരുമ്പോൾ എനിക്ക് അത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വണ്ടി കൈ കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ? എനിക്ക് ഇപ്പം വണ്ടി ഇപ്പോൾ സ്റ്റോക്കിലാണ്. അപ്പം ഞാനിനി കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ചെയ്യാനാണ്. അതിപ്പം ഒരു ലൈക്ക് സർപ്രൈസ് പോലെ. ഓക്കെ. ഓക്കെ. അപ്പം വൈറ്റ് കളർ ചൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും? ലൈക്ക് വൈറ്റ് കളർ നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളർ. അപ്പം ലൈക്ക് എൻ്റെ ഫാദറിനും വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈറ്റ് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻ മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ? മെയിൻ്റെനൻസ് ഫസ്റ്റ് സർവീസ് എനിക്ക് തോന്നുന്നത് ലൈക്ക് 7000-ൽ ഓയിൽ ചേഞ്ച് സർവീസ് ഉണ്ട്. പക്ഷേ 1000-ൽ എന്തോ ഒരു ചെക്കപ്പ് പോലെ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് സർവീസ് കഴിയാതെ നമ്മൾ ലൈക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇതിപ്പോൾ 500-ന്റെ മുകളിലായിട്ടുണ്ട്. ഓക്കെ. ആവറേജ് മൈലേജ് വല്ലതും കാണിക്കുന്നുണ്ടോ? അത്രയും മൈലേജ് ഇതിന് ലൈക്ക് നോക്കണ്ട. ഞാൻ മൈലേജ് ഇപ്പം ലൈക്ക് 7.5 ഏകദേശം കിട്ടുന്നുണ്ട്. കാരണം നമുക്കിത് ഈ ഒരു സെഗ്മെന്റ് വണ്ടികളുടെ ചോദിക്കേണ്ടതല്ല, പക്ഷെ കാണുന്ന ഒരു ഓഡിയൻസും ചിലപ്പോൾ ബേസിക്കലി ലൈക്ക് മൈലേജ് ബേസ് ചെയ്തിട്ട് ഇല്ല നോക്കേണ്ട കാര്യമില്ല. അപ്പം മൈലേജ് എന്തായാലും ഒരു 7-8 അല്ലേ കിട്ടുന്നുണ്ട്. നൈസ്. പിന്നെ നമുക്കിങ്ങനെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ? ലൈറ്റ്സ് ഇത് മാട്രിക്സ് LED ലൈറ്റ്സ് ആണ്. ലൈക്ക് ഓട്ടോ ഡിമ്മിങ് ആണ്. പിന്നെ ഓക്കെ. അപ്പം അത്യാവശ്യം വിസിബിൾ തന്നെയാണ്. അതെ അതെ. ലോങ് ഇപ്പം ഈ 500 ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡ് സിറ്റി ആണോ അതോ അല്ലാതെ വെളിയിലോട്ട്? ഞാൻ കോട്ടയം എല്ലാം പോയായിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഡൈനാമിക്? ഒന്നും പറയാനില്ല, വണ്ടി ഭയങ്കര സ്റ്റേബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം എത്രത്തോളം വാലിഡ് ആണെന്ന് എനിക്കറിയത്തില്ല. 500 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് വണ്ടി കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഡ്രോബാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് വണ്ടി ആക്സിലറേഷൻ ചെയ്ത് പോകുമ്പോൾ ലൈക്ക് ഇതിൻ്റെ ഈ അഡാസ് എല്ലാം ലൈക്ക് ലെവൽ 2 ആണ്. അപ്പോൾ ഭയങ്കര അക്യുറേറ്റഡ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഓട്ടോ ബ്രേക്കിംഗ് ആവും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ലൈക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആവും. അപ്പം അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി അത് ഓഫ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത്. ലോ പ്രൊഫൈൽ ടയർസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ലോ പ്രൊഫൈൽ ടയർ ഇത് ഓൾറെഡി ഈ ലൈക്ക് ഗോൾഫ് GTIക്ക് വരുന്ന ഈ ടയർ ലൈക്ക് നമ്മുടെ ഇന്ത്യൻ റോഡിനൊരു പറ്റിയ ടയറും ഇതുമല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ ടയർ ലൈക്ക് ചാൻസസ് കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം 136 mm ഉള്ളൂ. അപ്പം അത് എനിക്ക് ഇതുവരെ ഓടിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ മാക്സിമം നല്ല റോഡിൽ കൂടെയാണ് ഓടിച്ചുകൊണ്ട് പോയിരുന്നത്. ഇത് നല്ലതാണ് അവർ ബട്ടൺസ് കൊണ്ടുവന്നത്. നേരത്തെ മാർക്ക് 8-ൽ ഇത് ടച്ച് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ടച്ച് തന്നെയാണ്. ഇത് ഇവിടെ മോഡ്സ് ഉണ്ട് വണ്ടിയുടെ. മെനു ലൈക്ക് പാർക്ക് അസിസ്റ്റ്, പിന്നെ ക്ലൈമറ്റ് എല്ലാം ഈ ഓപ്ഷനാണ്. പിന്നെ വണ്ടിയുടെ ലൈക്ക് ഡ്രൈവിംഗ് ഡൈനാമിക്സ് മോഡ്, എക്കോ, കംഫർട്ട്, സ്പോർട്ട്, ഇൻഡിവിജ്വൽ. ഓക്കെ. ഇപ്പോൾ 4 മോഡുകളാണ് വണ്ടിക്ക് വരുന്നത്.
എങ്ങനെ ടച്ച് നല്ല റെസ്പോൺസീവ് അല്ലേ? അത് നല്ല റെസ്പോൺസീവ്, അത്യാവശ്യം നല്ല എൻഫർടൈൻമെന്റ് ആണ് ഇതിന് വരുന്നത്. അതെ 12.9 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ഇവിടെയാണല്ലേ സൗണ്ട് ബാർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ടച്ച് ആണല്ലേ? അതെ അതെ. ഓക്കെ. പിന്നെ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? പിന്നെ വോയിസ് എൻഹാൻസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അത് നമ്മളിവിടെ പറയുമ്പോൾ ലൈക്ക് ബാക്ക് സ്പീക്കറിൽ കൂടെ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും. ഓക്കെ. എനിക്കൊന്ന് സ്പോർട്സ് മോഡിലാണോ നമുക്ക് സൗണ്ട് അകത്തിലേക്ക് വരുന്നത്? അതെ, സ്പീക്കറിൽ കൂടെ ചെറിയ സൗണ്ട് ഉണ്ട്. ആ ഡ്രൈവിംഗ് അല്ലാതെ തന്നെ വണ്ടിക്ക് എക്സോസ്റ്റ് നോട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഫീൽ തരുത്താൻ വേണ്ടി അതിനകത്ത് തരും. അതായത് M340 ഉള്ള പോലെ. നൈസ്. ബാക്കി അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പാർക്ക് അസിസ്റ്റും കാര്യങ്ങളും, 360 ക്യാമറ. പാർക്ക് അസിസ്റ്റ് ഉണ്ട്. പിന്നെ വണ്ടിക്ക് സ്പോർട്ടിലിടും. പിന്നെ ലോഞ്ച് കൺട്രോൾ സിസ്റ്റം ഉണ്ട് ഇതിന്. ESC സ്പോർട്ടിലോട്ട് ഇടാം. അപ്പം ലോഞ്ച് കൺട്രോൾ ആക്റ്റീവ് എന്ന് കാണിക്കും. ഓക്കെ. പിന്നെ നമുക്ക് എത്ര RPM-ലാണ്? അത് 4000 RPM-ൽ റേവ് ചെയ്യും. ലോഞ്ച് കൺട്രോൾ ആക്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേക്ക് ചെയ്യാം. ഓക്കെ. അപ്പം ഇതാണ് ഇതിനകത്ത് വരുന്നത്. ബാക്കിയുള്ള എന്തൊക്കെയാണ് വരുന്നത്? ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ലൈക്ക് ഇല്ലാത്ത ഫീച്ചർ എന്ന് വെച്ചാൽ 360 ഡിഗ്രി ക്യാമറ ഇല്ല. പിന്നെ ലൈക്ക് കീലെസ് എൻട്രി ഇല്ല. ആ 2 ഫീച്ചേഴ്സ് മാത്രമില്ല. അപ്പം ഇതിനകത്ത് വരുന്ന 4 ഡ്രൈവ് മോഡ്സ് ആണ്. ഇത് ഇൻഡിവിജ്വലി എന്തെങ്കിലും പ്രത്യേകതകൾ? ഇത് എക്കോ സ്പോർട്ട്. നമുക്ക് ഇൻഡിവിജ്വലിനകത്ത് ഇട്ടിട്ട് ലൈക്ക് നമുക്ക് സെറ്റിംഗ് സ്റ്റിയറിംഗ് കംഫർട്ട് അല്ലെങ്കിൽ സ്പോർട്ടിലോട്ട് ഇടാം. ഓക്കെ. പിന്നെ ഡ്രൈവ്, എക്സോസ്റ്റ്, എൻജിൻ സൗണ്ട്, എക്സോസ്റ്റ് നോട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോൺഫിഗർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഡൈനാമിക്സ് സ്പോർട്ടിലോട്ട് ഇടാം. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഇത് പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് ആണ്. ലൈക്ക് സിംഗിൾ ടേൺ മതി. ഓക്കെ. കൂടുതൽ നമുക്ക് കൺട്രോൾസ് കിട്ടും. ട്രാക്കിലെല്ലാം പോകുമ്പോൾ കുറച്ച് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നൈസ്. വണ്ടി നമ്മുടെ കയ്യിൽ സ്റ്റഡി ആയിരിക്കും. ഇപ്പോൾ തോന്നിയ ഡ്രോബാക്സ് എന്തൊക്കെയാണ് 360 ക്യാമറ ഇല്ലാത്തതും? പിന്നെ എനിക്ക് അങ്ങനെ അത് വലിയ ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു ഇത് വെച്ചാൽ എൻ്റെ റഡാർ കൊല്യൂഷൻ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അത് ഇടയ്ക്ക് ഇത് ഓൺ ആവുന്നത് ഭയങ്കര ഒരു ലൈക്ക് ഇതായിരിക്കും. പിന്നെ സ്റ്റിയറിംഗിനകത്ത് നമുക്ക് ഹീറ്റ് ഫീച്ചർ ഹീറ്റിംഗ് സ്റ്റിയറിംഗ് വീലാണിത്. അതെങ്ങനെ? അതിവിടെയാണ് ഹീറ്റിംഗ് സ്റ്റിയറിംഗ് വീല്. സീറ്റ്സ് വെന്റിലേറ്റഡ് ആണോ വരുന്നത്? സീറ്റ് ഇത് ഹീറ്റഡ് ആണ്. ആക്ച്വലി ഇത് ഫ്രം ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നുണ്ട്. ലൈക്ക് അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ഇതനുസരിച്ച് ഇത് ഹീറ്റഡേ വരത്തുള്ളൂ. ഓക്കെ. അതാ മാത്രം ഒരു ലൈക്ക് ഇതേ ഉള്ളൂ. അത് കൂളിംഗ് ചെയ്താണെങ്കിൽ നല്ലതാണ്. എങ്ങനെയുണ്ട് ഇപ്പം ആളുകൾ, ഇപ്പം ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് പുറകിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ഇത് ഹോട്ട് ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് ലൈക്ക് ബാക്കി ഇരിക്കാൻ കുഴപ്പമില്ല. ലൈക്ക് നമ്മുടെ പോളോയ്ക്കകത്തെല്ലാം ബാക്കി ഇരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നെ ടീറോക്കിനകത്ത് ബാക്കിലെല്ലാം കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്തും ബാക്കിൽ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എങ്ങനെയാണ്? ഡെയിലി ഡ്രിവൺ ആണോ ഇപ്പം? ഞാനിത് ഡെയിലി ഡ്രിവൺ ആണ് ഇപ്പം. ഓക്കെ. പുറകിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വിസിബിലിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. സീറ്റ്സ് ചിലവർക്ക് ഈ സീറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ലൈക്ക് വിസിബിലിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സൗണ്ട് എൻഹാൻസ്മെന്റ് അതുകൊണ്ടായിരിക്കും കൂടുതൽ അവർ കൊടുത്തതെന്ന് തോന്നുന്നു, പുറകിലേക്ക് സംസാരിക്കാൻ വേണ്ടി. ഓക്കെ. വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നിയായിരുന്നു? ബാക്കിയുള്ളതെല്ലാം ലൈക്ക് ഞാനിപ്പോൾ ഇത് മൊത്തം സ്റ്റോക്കിലാണ്. ലൈക്ക് എനിക്ക് ഇനി പിന്നെ പാഡൽ ഷിഫ്റ്റ് ലൈക്ക് ഓക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസും കാര്യങ്ങളൊക്കെ. ഇത് മാനുവലി ആണല്ലേ വരുന്നത്? ഇത് മാനുവലി ആണ്. ലൈക്ക് ഇതെല്ലാം ടച്ച് ആണ്. സൺറൂഫ് എല്ലാം ടച്ച് ആണല്ലേ? ഓക്കെ. അപ്പോൾ എയർ ബാഗ്സ് 6 ആണ്. 6 എയർ ബാഗ്സോളം വരുന്നുണ്ട്. സ്പീക്കേഴ്സ് 7 വരുന്നുണ്ടല്ലേ? അതെ. എന്തിന്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്? ഇത് ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നത് ഹാർമൺ ഗാർഡൻ്റെ ആയിരിക്കും. ലൈക്ക് ഇതിന്റെ പുറത്തുള്ള വണ്ടികൾക്കെല്ലാം ഹാർമൺ ഗാർഡൻ സറൗണ്ട് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഇതിൽ ടിൽറ്റ് അഡ്ജസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ? ഇത് ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സ്റ്റിയറിംഗ് വീലിൽ എങ്ങനെയുണ്ട് ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം? ഫീഡ്ബാക്ക് ഭയങ്കര നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ സ്പോർട്ടി സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് ഇത്തിരി കൂടെ വലിപ്പമാണ്. നമുക്ക് നല്ല കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. ലോങ് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് നോക്കിയായിരുന്നോ? എങ്ങനെയുണ്ട് വണ്ടി? അത് ലൈക്ക് വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോവുക നമ്മൾ. ഗിയർ ബോക്സ് ഇത് വരുന്നത് DQ381 എന്ന് പറഞ്ഞാണ്. ഓക്കെ. 7 സ്പീഡ്. ഫാസ്റ്റർ ആൻഡ് സ്മൂത്തർ സ്വിച്ചിങ്. ഭയങ്കര സ്മൂത്ത് ആണ്. നമുക്ക് ആ ഒരു ലൈക്ക് BS4ന്റെ ആ പഴയ പോളോ GTIയുടെ റോ പവർ ലൈക്ക് എല്ലാവരും പറയും പുതിയ BS6ന് കിട്ടത്തില്ല എന്ന് പറയും. പക്ഷെ സ്പോർട്ടിലോട്ട് ഇടുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യത്തില്ല. ലൈക്ക് റോ പവർ കിട്ടുന്ന പോലെ തന്നെ സെയിം ആണ്.
ഇവിടെ അധികം വലിയ വലിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടോ ഇവിടുത്തെ CB യൂണിറ്റിനകത്തോട്ട് വരുമ്പോൾ? CB യൂണിറ്റിനകത്ത് വന്നപ്പോൾ ഇവര് ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എല്ലാം പുറത്ത് വണ്ടികൾക്കുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്ത് അഡാപ്റ്റീവ് ഇത് അതൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പുറത്തുള്ള വണ്ടികൾക്ക് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇവര് ഫോക്സ്വാഗൻ ഇന്ത്യ തന്നെ അവര് കോൺഫിഗറേഷൻ ചെയ്ത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നതാണ്. എമൗണ്ടിന്റെ കാര്യത്തിൽ കുറച്ച് ഓവർ റേറ്റഡ് ആയി പോയി തോന്നുന്നു. ലൈക്ക് ഇത് അങ്ങനെ ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാല് ലൈക്ക് മിനി കൂപ്പർ ഓൾമോസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ലൈക്ക് 70 ആവും. ഓക്കെ. പിന്നെ മിനി കൂപ്പറിനായിട്ട് പെർഫോമൻസ് ഉണ്ട് ഇതിന്. നമ്മളൊരു സ്റ്റേജ് 1 സ്റ്റേജ് 2 പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 300 മേളിൽ കിട്ടും. ഇതിന്റെ ക്ലബ് സ്പോർട്ട് തന്നെ സ്റ്റോക്ക് തന്നെ 300 bhp ഓളം വരുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് റഫ് റോഡ്സിലും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല. പിന്നെ ഇത് സസ്പെൻഷൻ എന്തിനും കൂടെ കംഫർട്ടാണ്. ലൈക്ക് അടിയൊന്നുമില്ല. ഹയർ എൻഡിലോട്ട് കയറുമ്പോൾ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? വണ്ടി ആ സ്പോർട്ടിലോട്ട് വരുമ്പോൾ സസ്പെൻഷൻ കുറച്ചും കൂടെ സ്റ്റിഫ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈക്ക് വണ്ടി പെർഫോമൻസിൽ സ്റ്റഡി ആയിരിക്കും. ആ കോൺഫിഡൻസ് തരുന്നുണ്ട്. അതെ നമ്മൾ ടേണിങ്ങിന് കോർണറിങ് എല്ലാം ചെയ്യുമ്പോൾ വണ്ടി സ്റ്റെബിലിറ്റി ഭയങ്കരമാണ്. നൈസ്. അപ്പം ഓവറോൾ ബ്രോയുടെ സൈഡിൽ നിന്ന് മൊത്തം പോസിറ്റീവ് സൈഡ്സ് മാത്രമേ ഉള്ളൂ. ഇനി അപ്പോൾ പയ്യെ ആയിരിക്കും ഇതിന്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടെല്ലാം ചെയ്യുന്നുള്ളൂ. നൈസ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം നേരത്തെ ഇത് വീട്ടിൽ പറഞ്ഞായിരുന്നോ? എങ്ങനെയുണ്ട്? ഇതിന് സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ലൈക്ക് ഫസ്റ്റ് ഞാൻ ഫാദറിനോട് ഇങ്ങനെ ലൈക്ക് GTA പോളോ, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പോളോ GTA ഉപയോഗിക്കുന്നതായിരുന്നു. ഓക്കെ. അപ്പൊ ബ്രോ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആനന്ദിന്റെ വണ്ടി ഓടിച്ചപ്പോ എനിക്ക് നല്ല അത് സ്റ്റേജ് 2 ആണ്. അത് ഓൾമോസ്റ്റ് ഇതിന്റെ പവർ ഉണ്ട്. അപ്പം എനിക്കത് ഓടിച്ചപ്പോ തന്നെ എനിക്ക് GTA എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. ലൈക്ക് പോളോ GTA ലൈക്ക് യൂസ്ഡ് വൺ. അപ്പം അതെല്ലാം സ്റ്റോക്ക് ഒന്നും കിട്ടുന്നില്ല, എല്ലാം ലൈക്ക് ട്യൂൺഡ് വണ്ടികളായിരുന്നു. അപ്പം എന്നിട്ടാണ് ഇവര് ഇത് വരുന്നതെന്ന് അനൗൺസ് ചെയ്തത്. അപ്പോഴത്തേക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. അതെ. അപ്പൊ ഞാൻ ആദ്യം പോളോ GTA എടുക്കണമെന്ന് പറഞ്ഞപ്പോ ലൈക്ക് അച്ഛൻ ലൈക്ക് സമ്മതിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നു പറഞ്ഞപ്പോ ലൈക്ക് ആള് ഓക്കെ ഇത് എടുക്കാം എന്നുള്ള ഇത് വന്നു. ആഫ്റ്റർ മാർക്കറ്റ് അക്സസറീസ് ഒക്കെ വെളിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു വരുമായിരിക്കുമോ? ലൈക്ക് ആൾക്കാർ ഇവിടെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ എനിക്ക് ലൈക്ക് ഒറിജിനൽ സാധനം വേണം. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ദുബായിൽ നിന്ന് കൊണ്ടുവരാനാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ചില സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ലൈക്ക് ആഡ് ഓൺ ഞാൻ നോക്കുന്നത് വെച്ചാൽ ഈ ക്ലബ് സ്പോർട്ട് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട് ഇതിന്. അപ്പൊ അതിന്റെ ബ്രേക്ക് കാലിബർ എല്ലാം GTA റിട്ടേൺ വരുന്നതാണ്, ബ്രേക്ക് കാലിബർ എല്ലാം. അപ്പൊ അതെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാനാണ് പ്ലാൻ ഇരിക്കുന്നത്. ഓക്കെ. ഇതിനകത്ത് വന്നപ്പോഴേ ബ്രോ പറഞ്ഞായിരുന്നു ഇതുപോലെ മാറ്റ് പോലും ലൈക്ക് ഇത് വന്നുകൊണ്ട് ലൈക്ക് ചില എല്ലാ വണ്ടികൾക്കും മാറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ലൈക്ക് ഈ അടുത്ത വീക്കിന് മാറ്റ് എല്ലാം വരും. ലൈക്ക് നോർമലി ഒരു ക്ലോത്ത് മാറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് സ്റ്റോക്കിൽ കൊടുക്കുന്നവര്. ഓക്കെ. പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാലും വണ്ടിക്ക് ഭയങ്കര അറ്റൻഷൻ ആണ്, ആൾക്കാർ വരും, ഫോട്ടോ എടുക്കും. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, കാർപ്ലേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലൈക്ക് ഇതിന് നാവിഗേഷൻ ഉണ്ട്. നാവിഗേഷൻ ലൈക്ക് അവർ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ അൺലോക്ക് ചെയ്ത് തരത്തുള്ളൂ? അത് നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും, പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അറ്റ് പ്രസന്റ് ഇപ്പം ബ്രോ നോക്കുവാണെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഒരു വണ്ടി പ്രിഫറബിൾ ആവുന്നത്? എന്തൂസിയാസ്റ്റ് അത്രയും ലൈക്ക് ഈ വണ്ടിയെ പറ്റി അറിയുന്നവരായിരിക്കും കൂടുതൽ ഇത് എടുക്കുന്നത്. ലൈക്ക് ചില ആൾക്കാർ പറയും ഇത് ഇത്ര വില കൊടുത്ത് എടുക്കാറുണ്ടോ, പക്ഷെ അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരായിരിക്കും അങ്ങനെ പറയുന്നത്. വാട്ട് ഈസ് ഗോൾഫ് അത് അറിയുന്നവരെ ഇതിലോട്ട് പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇറങ്ങിയ എത്ര യൂണിറ്റ് ഇപ്പൊ കേരളത്തിൽ വന്നേക്കുന്നത്? ഇപ്പൊ അവര് ആക്ച്വലി ഇന്ത്യയിൽ വരേണ്ടത് ഈ 250 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇവര് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ വിറ്റത് സോൾഡ് ഔട്ട് ആയത് 150 യൂണിറ്റ്സേ ഉള്ളൂ. ഓക്കെ. ലൈക്ക് ബാക്കി 100 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ അവരത് ഷോറൂമിലുള്ളവര് പറയുന്നത് ലൈക്ക് നെക്സ്റ്റ് ഇയറേ ഉള്ളൂ 100 യൂണിറ്റ്സിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. കേരളത്തിൽ തന്നെ എത്ര യൂണിറ്റ് ഇറങ്ങിയിട്ടുണ്ട്? ലൈക്ക് 70 വണ്ടികളോളം ഉണ്ട് കേരളത്തിൽ തന്നെ 70 വണ്ടികളോളം ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ കളർ വൈറ്റ് എടുക്കണമെന്നായിരുന്നല്ലേ? അതെ. ആദ്യം സെലക്ട് ചെയ്തപ്പോൾ വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്തത്.
നമ്മൾ അത്യാവശ്യം റഫ് റോഡിൽ നല്ല ഇതിലൊക്കെ പോകുന്നത്, നമുക്ക് അത്രയും ശ്രദ്ധിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. ലൈക്ക് ഈ റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ നോക്കി ഓടിച്ചില്ലെങ്കിൽ ലൈക്ക് ടയർ എനിക്ക് തോന്നുന്നു കട്ടിങ്സ് വരുമ്പോഴായിരിക്കും കൂടുതൽ സീൻ വരുന്നതെന്ന് തോന്നുന്നു, ലോ പ്രൊഫൈൽ ആയതുകൊണ്ട്. ഓക്കെ പറയട്ടെ. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് ഉണ്ട്, രണ്ട് സൈഡിലും അത് വരും. രണ്ട് സൈഡിലുണ്ട്. Purple hat, cheetah print, dancing on the people dancing on the people. I got people on the people on the people, smoking CO2. See me, see you dancing on the people. Climb up on the booth, hanging from the people on the. ഇതെന്താ സംഭവം? ഇത് അമ്മയുടെ ഒരു ഓക്കെ വിശ്വാസം. സ്പോർട്സ് ബെഡ് ESC സിസ്റ്റം, ESC സ്പോട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഗോൾഫിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് തീരുവാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ട വാഹനങ്ങളുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ അതൊക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പുതിയ വണ്ടികളും ഞാൻ ഇനിയും തൊട്ട് റിവ്യൂ ചെയ്യുന്ന നേരത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.